ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഗ്രേറ്റസ്റ്റ് ലോസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം, വലിയ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായവർ ഈ ലൈനിൽ എന്നെ കേൾക്കുന്നവരുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയുള്ള തിരിച്ചടികൾ പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഉണ്ടായി കാണും. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് അങ്ങനെയുള്ള ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളെ പറ്റിയല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്ത് വിശുദ്ധ ബൈബിളിലെ ഒരു സത്യമാണിത്. ദി ഗ്രേറ്റസ്റ്റ് ലോസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എ ക്രിസ്ത്യൻസ് ലൈഫ്. ഈ സന്ദേശത്തിന് ഞാനൊരു തലക്കെട്ടായിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എഴുതിയെടുക്കുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പറയാം: ഗ്രേറ്റസ്റ്റ് ലോസ് എറ്റ് അൺറെക്കഗ്നൈസ്ഡ്. അർത്ഥം, തിരിച്ചറിയാൻ പറ്റാതെ പോകുന്ന ഏറ്റവും വലിയ നഷ്ടം. ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് എളുപ്പമായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രത്യേകത ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുമെന്നുള്ളതാണ്. വി മേ നോട്ട് റെക്കഗ്നൈസ് ദാറ്റ് വി ലോസ്റ്റ്. നമുക്ക് നഷ്ടമുണ്ടായെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സന്ദേശം. ഇറ്റ്സ് എ വെരി സിമ്പിൾ ആൻഡ് വെരി ഷോർട്ട് മെസ്സേജ്, ബട്ട് ദ വെയിറ്റ് ഓഫ് ദ മെസ്സേജ് ഈസ് വെരി ഹെവി. സന്ദേശത്തിന്റെ ഗൗരവം കൂടുതലാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ചില വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ സാധാരണ സന്ദേശം പറയുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഒരു പാസേജിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടായിരിക്കത്തില്ല ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ തീമിനെ ഈ വാക്യങ്ങൾ കൂടെ കണക്ട് ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു 3 വാക്യം വായിക്കാം. വായിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്ദേശം ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായം, അതിന്റെ 20-ാമത്തെ വാക്യം. ജഡ്ജസ് ചാപ്റ്റർ 16 വേഴ്സസ് 20. ന്യായാധിപന്മാർ 16:20. യെസ്. ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ തന്നെ കുടഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഞാൻ മുമ്പലത്തെ പോലെ തന്നെ കുടഞ്ഞു കളയുമെന്ന് വിചാരിച്ചു, യഹോവ തന്നെ വിട്ടുമാറിയത് അറിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 20. വെളിപ്പാട് 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ. മത്തായി എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിന്റെ 40-ാമത്തെ വാക്യം. മാത്യു 24 വേഴ്സ് 40. അന്ന് 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവവചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. അവിടുത്തെ വചനത്തിൽ കൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുവചനത്തിന്റെ വാതിലുകളെ തുറക്കണമേ. ഞങ്ങളോട് ഓരോരുത്തരോടും കർത്താവ് ശക്തമായി ഇടപെടണമേ. ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുന്ന ഒരു അനുഭവം, ജീവിതത്തിൽ ശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് തിരിയുന്ന ഒരു അനുഭവം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് നൽകണമേ. സർവ്വമഹത്വം അങ്ങേക്ക് തരുന്നു, പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഇന്ന് പറയുന്ന സന്ദേശം പ്രധാനമായിട്ടും പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി, ന്യായാധിപന്മാരുടെ ആ 16-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തി പിന്നെ വായിച്ച പുതിയ നിയമ വേദഭാഗങ്ങളോട് ഒന്ന് ബന്ധിപ്പിച്ച് ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് പറയാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ഈ വേദഭാഗത്തിലേക്ക് വരിക. ജഡ്ജസ് ചാപ്റ്റർ 16. ന്യായാധിപന്മാരുടെ പുസ്തകത്തെ പറ്റി ഞാൻ പശ്ചാത്തലമായിട്ട് അധിക കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും, ന്യായാധിപന്മാരുടെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച് കനാനിൽ വന്ന് പാർത്തതിന് ശേഷം
അന്ന് അവരെ നയിച്ചുകൊണ്ടിരുന്ന ആ രാജ്യത്തിൽ അവരെ കൊണ്ട് സ്ഥാപിച്ച രാജ്യം വിഭജിച്ചു കൊടുത്ത യോശുവയുടെ മരണശേഷം അവരെ നയിക്കാൻ ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനം ദൈവത്തെ മറന്ന് ദൈവത്തെ വിട്ട് പാപ വഴികളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം അവരുടെ ഇടയിൽ നിന്ന് ഓരോ ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് ന്യായപാലനം നടത്താൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ നിയോഗിക്കപ്പെട്ട ഏകദേശം 10-12ഓളം ന്യായാധിപന്മാരുടെ ചരിത്രമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നത്. അത് ആ ഒരു കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ കനാനിൽ വന്നു പാർത്തു, യോശുവയുടെ മരണം സംഭവിച്ചു, രാജാവിന്റെ നിയമനം നടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ രാജാവ് നമുക്കറിയാം ശൗലാണ് ആദ്യത്തെ രാജാവ്. അതിന്റെ ഇടയ്ക്കലത്തെ ഒരു കാലഘട്ടമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു പ്രസിദ്ധമായ ആവർത്തിച്ച് വരുന്ന ഒരു വാക്യമുണ്ട്. അതൊരു പക്ഷെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വാക്യം ഇങ്ങനെയാണ്: ഇൻ ദോസ് ടൈം, ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന് രാജാവില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന് രാജാവില്ലായിരുന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: രാജാവില്ലാത്തത് കൊണ്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചവണ്ണം നടന്നു. രാജാവില്ലാത്തത് കൊണ്ട് തോന്നിയ വഴിയിലേക്ക് ജനം തിരിഞ്ഞ ഒരു വല്ലാത്ത കാലഘട്ടം. ന്യായാധിപന്മാരുടെ പുസ്തകം ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു സൈക്കിൾ ഉണ്ട്. എന്തുവാ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? ജനം പാപം ചെയ്യും, പാപം ചെയ്യുന്ന ജനത്തെ ദൈവം ശിക്ഷിച്ച് ശത്രുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കും. ശത്രുവിന്റെ കരത്തിലേക്ക് പോകുമ്പോൾ ജനം നിലവിളിക്കുമ്പോൾ ആ ശത്രുവിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിക്കും. ന്യായാധിപനെ എഴുന്നേൽപ്പിച്ച് ജനത്തിന് സ്വസ്ഥത കൊണ്ടുവരും. ചില വർഷങ്ങൾ റെസ്റ്റ് കാണും. പക്ഷെ ആ ന്യായാധിപന്റെ കാലശേഷം വീണ്ടും ഇതേപടി പാപത്തിലേക്ക് ജനം തിരിഞ്ഞ് ഇതൊരു സർക്കിൾ എന്ന വണ്ണം ആവർത്തിച്ച് പല ആവർത്തി ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ പുസ്തകത്തിലെ അവസാനത്തെ ന്യായാധിപനായിരിക്കുന്ന ശിംശോന്റെ ജീവിതത്തെ പറ്റിയാണ്. ശിംശോന്റെ ചരിത്രം നമ്മൾ കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ശിംശോന്റെ ചരിത്രം. ഞാൻ ഈ ഭാഗങ്ങൾ എല്ലാം വായിക്കാനോ ആ സന്ദേശം, ആ ചരിത്രം മുഴുവനും പറയാനോ ഇപ്പോൾ സമയം എടുക്കുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ പ്രെയർ ലൈൻ ഒക്കെ കഴിഞ്ഞിട്ട് സമയം അനുവദിക്കുന്നെങ്കിൽ ഈ അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കത്തുള്ളൂ. വായിച്ച വാക്യങ്ങളും അതിന്റെ ആ മുഴുവൻ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ ആ അധ്യായങ്ങൾ വായിക്കുക. 3ആയിട്ട് നമുക്ക് അതിനെ തിരിക്കാൻ പറ്റും. 13-ാമത്തെ അധ്യായത്തിൽ നോക്കിയാൽ ശിംശോന്റെ ജനനത്തെ പറ്റി നമ്മൾ കാണുക. ശിംശോന്റെ ജനനത്തെ പറ്റി 14-15 ശിംശോന്റെ ജീവിതത്തിൽ താൻ ചെയ്ത പരാക്രമങ്ങളെ പറ്റിയുള്ള വിവരണമാണ്. 14-15 അധ്യായങ്ങൾ. 16-ാമത്തെ അധ്യായം, അതായത് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന 16-ാമത്തെ അധ്യായത്തിൽ ശിംശോനെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഒരു വിവരണമാണ്. ഫസ്റ്റ് ഈസ് ദി ബർത്ത് അക്കൗണ്ട്, ദെൻ ദർ ഈസ് അക്കൗണ്ട് ഓഫ് ഹിസ് ലൈഫ്, ദെൻ ദർ ഈസ് എ അക്കൗണ്ട് ദാറ്റ് ലീഡ്സ് അക്കൗണ്ട് ഓഫ് ഇൻസിഡൻസ് ദാറ്റ് ലീഡ്സ് ടു ഹിസ് ഡെത്ത്. തന്റെ മരണത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ ഒരു വിവരണം. ഇന്ന് നമ്മൾ എടുത്ത വാക്യം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞു കളയാമെന്ന് വിചാരിച്ചു. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ശിംശോന്റെ ജീവിതത്തിലെ ഒരു നഷ്ടത്തെ പറ്റിയാണ്. ദിസ് വേഴ്സ് ടോക്സ് അബൌട്ട് സാംസൺസ് ലോസ്. തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നാളുകളിലേക്ക് താൻ അടുക്കുകയാണ്. ആ സമയത്ത് ഇവിടെ പറയുന്നത് ദ ലോർഡ് ഹാസ് ഡിപ്പാർട്ടഡ് ഫ്രം ഹിം. കർത്താവ് യഹോവ തന്നിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിലേക്ക് വന്നാൽ ആ വാക്യം ഒന്ന് വായിക്കണം. 2-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരാമോ? ചാപ്റ്റർ 2 വേഴ്സസ് 18. 2:18 ഒന്ന് നോക്കാമോ? ന്യായാധിപന്മാർ 2:18. യഹോവ അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുമ്പോൾ
യഹോവ അതത് ന്യായാധിപനോട് കൂടെയിരുന്നു. അവന്റെ കാലത്തൊക്കെയും അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തങ്ങളെ ഉപദ്രവിച്ചു പീഡിപ്പിക്കുന്നവരുടെ നിമിത്തം ഉള്ള അവരുടെ നിലവിളിയെങ്കിൽ യഹോവയ്ക്ക് മനസ്സലിവ് തോന്നും. അതിനകത്തിൽ ഒരു ഭാഗം, ഒരു ഫ്രേസ് ഇങ്ങനെ ഉണ്ട്: ദൈവം അതത് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരുടെ കൂടെ ആരിയ്ക്കും? ദ ലോർഡ് വാസ് വിത്ത് ദ ജഡ്ജ് എന്നൊരു ഫ്രേസ് അതിനകത്തിലുണ്ട്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, മലയാളത്തിലും ഉണ്ട്. ഞാൻ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു. അതത് ന്യായാധിപന്മാരുടെ കൂടെ ദൈവം ഇരിക്കും. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ തന്നെ പാറ്റേൺ. പക്ഷേ നമ്മൾ ഇന്ന് വായിച്ച ഈ ന്യായാധിപന്റെ ജീവിതത്തിൽ ഈ പാറ്റേൺ റിവേഴ്സ് ആയിട്ട് ദൈവം, യഹോവ ഈ ന്യായാധിപനെ വിട്ടുപോകുന്ന ഒരനുഭവം നമ്മൾ വായിക്കുക. എന്റെ സന്ദേശം ഇത് തന്നെയാണ് എന്റെ സന്ദേശം. ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് ദ ഡിപ്പാർച്ചർ ഓഫ് ഗോഡ് ഫ്രം ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ശാപം ഒരു പക്ഷെങ്കിൽ ഇതല്ലേ? ഡിപ്പാർച്ചർ ഓഫ് ഗോഡ്. ഏറ്റവും വലിയ ദുരന്തം ഇതല്ലേ? ദ ഗ്രേറ്റസ്റ്റ് ഡിസാസ്റ്റർ ദാറ്റ് ക്യാൻ കം അപ്പോൺ എ മാൻ is God departing from his life. തന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം വിട്ടുപോകുന്നതല്ലേ ഏറ്റവും വലിയ പരാജയം, ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ ശാപം? അതല്ലേ പ്രിയമുള്ളവരെ? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ. തിങ്ക് വിത്ത് മീ. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചിന്തിക്കുക. പറയുന്ന ടൈറ്റിൽ മാത്രം ഒന്ന് ചിന്തിക്കുക. The Lord departing from a man. And what makes it more complex, ഈ പറയുന്ന സന്ദേശത്തെ ഇത്രയും ഗൗരവമാക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? The departure can be silent and unrecognizable. ദൈവം വിട്ടുപോകുന്നത് ഫോണിൽ SMS വരത്തില്ല. എന്നാൽ ഞാൻ പോവാണേന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞിട്ടല്ല പോകുന്നത്. നാം തിരിച്ചറിയത്തുപോലുമില്ലായിരിക്കും. ദാറ്റ് ഈസ് ഹൗ ദ ഡിപ്പാർച്ചർ ഓഫ് ഗോഡ് ക്യാൻ ബി. ദാറ്റ് ഈസ് വാട്ട് വി സീ ഇൻ ദ ലൈഫ് ഓഫ് സാംസൺ. അതുകൊണ്ടാണ് ഞാൻ ഈ സന്ദേശത്തെ ഇങ്ങനെ തലക്കെട്ടിട്ടത്: ഗ്രേറ്റസ്റ്റ് ലോസ് എറ്റ് അൺറെക്കഗ്നൈസ്ഡ്. ഈ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി നമ്മളൊന്ന് പഠിക്കണം. ചരിത്രം ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല, പക്ഷെ നമുക്കറിയാം ശിംശോന്റെ ജീവിതം, ശിംശോന്റെ ജനനം, ശിംശോന്റെ ചരിത്രം തന്നെ ഈ പുസ്തകത്തിലെ തന്നെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു വിവരണമാണ്. മറ്റ് ന്യായാധിപന്മാരെക്കാളെല്ലാം അധികമായി ദീർഘമായ ഒരു വിവരണമുണ്ട്. അത്രയും പ്രോമിനന്റ് ആണ്, എല്ലാവർക്കും അറിയാം, പ്രസിദ്ധമായ ഒരു ചരിത്രമാണ് ശിംശോന്റെ. ശിംശോന്റെ ജനനത്തെ പറ്റിയൊക്കെ പറയുന്നത് 2 തവണ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി മാതാവിനും പിന്നെ മാതാവിനും പിതാവിനും ഒരേപോലെ അരുളപ്പാടുണ്ടായി. അതായത് മക്കളില്ലാതിരുന്ന ഒരു അമ്മയ്ക്ക്, ഒരു സ്ത്രീക്ക് കുഞ്ഞു ജനിക്കുമെന്നുള്ള അരുളപ്പാട് ആവർത്തിച്ച് നൽകിയതിന് ശേഷമാണ് ഈ ജനനം തന്നെ സംഭവിക്കുന്നത്. ജനനത്തിന് ശേഷം, ജനിക്കുന്നതിന് മുമ്പ് ദൂതൻ വന്ന് പറയുമ്പോൾ തന്നെ ഈ അമ്മയോട്, ശിംശോന്റെ മാതാവിനോട് പറയുന്ന വിവരണങ്ങളുണ്ട്. അശുദ്ധമായത് തുടരുത്. ഈ കുഞ്ഞ് ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ മരണം വരെയും യഹോവയ്ക്ക് വേണ്ടി വേറിട്ടിരുന്ന് നാസീർ വ്രതം എടുക്കുന്നവനായിരിക്കണം. അങ്ങനെ മദ്യം, വീഞ്ഞ്, അശുദ്ധമായത് തുടരുത്, മുടി വെട്ടരുത്, ഇങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒക്കെ നൽകി ദൈവത്തിന് വേണ്ടി ജനനം മുതലേ വേർതിരിച്ച് സമർപ്പിക്കപ്പെട്ട ഒരു പൈതൽ. 13-ാം അധ്യായത്തിന്റെ അവസാനത്തെ ആ വാക്യം ഒന്ന് നോക്കണം. അവസാനത്തെ വാക്യം നോക്കാം. 13-ന്റെ അവസാനത്തെ വാക്യം 24 വായിച്ചു. 24 ചേർത്ത് വായിച്ചു. 24-25 ഒരുമിച്ച് വായിച്ചു. Judges chapter 13 verse 24 to 25. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവനെ ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസ്കയേലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവിനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. കേൾക്കണം, ബാലൻ വളർന്നു. ഏതായി ബാലൻ? ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടണമെന്നൊക്കെ ദൈവാലോചന പ്രാപിച്ചതിന്റെ നിവർത്തിയായിട്ടൊരു മകൻ ജനിച്ചു. ശിംശോൻ എന്ന് പേരിട്ടു.
പൈതൽ വളർന്നു, ബാലൻ വളർന്നു. അടുത്ത വാക്ക്, യഹോവ അവനെ അനുഗ്രഹിച്ചു. 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് സ്റ്റാർട്ടഡ് ടു സ്റ്റിർ ഹിം അപ്പ്. എങ്ങനെയുണ്ട് ആരംഭം? ഇതിനേക്കാളും നല്ലൊരു ആരംഭം വേറെ ആർക്കെങ്കിലും കിട്ടുമോ? സത്യത്തില് ഈ ജനനത്തെ പറ്റി പറയുമ്പോ, ജനിക്കുന്നതിന് മുന്നേ ദൈവം സ്വർഗത്തിൽ നിന്ന് അരുളപ്പാട് പറഞ്ഞിട്ടുണ്ടാകുന്ന ജനനങ്ങൾ കുറവാ. പഴയ നിയമത്തില് ഒരു സംഭവമേ ഉള്ളൂ ഇതിന് പുറമെ. ഇസഹാക്കിന്റെ ജനനം. അബ്രഹാമിന്റെ അടുത്ത് ദൂതൻ ചെന്നിട്ട് പറയും, അടുത്ത വർഷം. അങ്ങനെ ഇറ്റ് ഈസ് ഓൺലി വൺ ടൈം ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് അതർ ദാൻ ദസ്. അങ്ങനെ വളരെ യുണീക്ക് ആയിട്ടാണ് ഇതിന്റെ ആരംഭം. എസ്പെഷ്യലി ഇതിന് ശേഷം ഇവിടെ 25-ാം വാക്യത്തിൽ ദൈവാത്മാവ് ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആത്മാവ് ശിംശോന്റെ മേൽ ദൈവാത്മാവ് വരുമ്പോൾ അമാനുഷികമായ ശക്തി തന്റെ ശരീരത്തിൽ വന്നിട്ട് മനുഷ്യനെ കൊണ്ട് സ്വാഭാവികമായി ചെയ്യാൻ പറ്റാത്ത അസാധ്യമായ കാര്യങ്ങൾ താൻ ചെയ്യും. ആവർത്തിച്ച് ഈ 13 നമ്മൾ വായിച്ചത്, 14, 15 അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്. ആ വാക്യങ്ങൾ ഞാനൊന്ന് പറയാം. 14-ന്റെ 6-ാം വാക്യം, 19-ാം വാക്യം, 15-ന്റെ 14-ാം വാക്യം. ഈ വാക്യങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്ന കാര്യം എന്താണെന്നറിയാമോ? The spirit of the Lord came powerfully upon him. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ശിംശോന്റെ മേൽ വന്നു. ഒരു വട്ടമല്ല, 13-ാം അധ്യായത്തിൽ തുടങ്ങിയത് ആവർത്തിച്ച് പല ആവർത്തി എഴുതിയിരിക്കുകയാണ്. അതിശക്തിയോടെ, പവർഫുള്ളി ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കെയിം അപ്പോൺ സാംസൺ. ഇനിയും നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ദൈവശക്തി തന്റെ മേൽ ഇറങ്ങുമ്പോ, ഇങ്ങനെ ദൈവാത്മാവ് തന്റെ മേൽ ഇറങ്ങി വന്ന് തന്നെ ഉദ്യമിപ്പിക്കുമ്പോൾ വലിയ ശക്തി തനിക്കുണ്ടാവും. തന്റെ ശക്തിയുടെ ഒരു സംഭവം അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം നമുക്ക് വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ഒന്നാക്കാമോ? 14-ന്റെ 5-6 ഒരു ഭാഗം മാത്രം നമുക്ക് നോക്കാം. ചാപ്റ്റർ 14 വേഴ്സസ് 5 and 6. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിന്മയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. കേട്ടോ, ശിംശോന്റെ ശക്തിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ അത് എളുപ്പമാണ്. അപ്പനും അമ്മയും ശിംശോൻ എല്ലാം കൂടെ തിമ്നയിലേക്ക് പോകുന്ന വഴിക്ക് തനിക്കെതിരെ ഒരു ബാലസിംഹം അലറി വരിക. ആ 6-ാം വാക്യത്തിലെ പ്രയോഗം ശ്രദ്ധിക്കണം. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം പവർഫുള്ളി അപ്പോൺ ഹിം. അടുത്ത വാക്ക്, വിത്ത് ബെയർ ഹാൻഡ്സ്, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അതിനെ, സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ശിംശോന്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവാത്മാവ് തനിക്ക് ബലം പകർന്ന് മനുഷ്യനാൽ അസാധ്യമായത് നിസ്സാരമായി ചെയ്യാൻ കരുത്ത് പകർന്നിരുന്നു. പല ആവർത്തി, റിപ്പീറ്റഡ് സെവറൽ ടൈംസ്. പക്ഷെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, he lost it all. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ നഷ്ടം, why is this loss the greatest? ഇതിനെ എന്താ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാൻ കാരണം ശിംശോന്റെ ജീവിതത്തെ സംബന്ധിച്ച് ശിംശോനെ ആർക്കും പിടിക്കാൻ പറ്റത്തില്ല. ശിംശോനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. തന്നെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ പറയുന്നത് തന്നെ കയറുകൊണ്ടൊക്കെ ബന്ധിച്ചു. പക്ഷെങ്കില് ഈ കയറൊക്കെ കരിഞ്ഞ് ചണനൂല് പോലെയായി.
ബന്ധനങ്ങൾ ദ്രവിച്ചുപോയി. തന്നെ ബന്ധിച്ചിടാനോ തന്നെ പിടിച്ചു കെട്ടാനോ തന്നെ തോൽപ്പിക്കാനോ ഒരുത്തനും ഒരു ശത്രുവിനും കഴിയാത്ത നിലയിൽ ദൈവശക്തിയുടെ പ്രവാഹം തന്റെ മേലിറങ്ങുമായിരുന്നു. പക്ഷെ നമ്മൾ വായിച്ച 20-ാമത്തെ വാക്യം വീണ്ടും ദൈവമക്കളൊന്ന് നോക്കണം. ഫെലിസ്ത്യർ വന്നു എന്ന് അവനോട് പറയുമ്പോൾ കൊടഞ്ഞു കളയാൻ മുമ്പിലത്തെ പോലെ ദൈവം പ്രവർത്തിക്കുമെന്ന് താൻ ഓർത്തു. പക്ഷെ വിട്ടുപോയി, ദൈവം തന്നെ വിട്ടുപോയി എന്ന് താൻ അറിഞ്ഞില്ല. അതിനുശേഷം സംഭവിക്കുന്ന കാര്യം ഒന്ന് നോക്കാം. 21-ാം വാക്യം എന്ന് നോക്കിക്കേ, 16-21. ഫെലിസ്ത്യരോ അവനെ പിടിച്ചു കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗൃഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. കേട്ടോ, ദി മോസ്റ്റ് പവർഫുൾ, ഏറ്റവും ശക്തനായിരുന്നവൻ ഏറ്റവും ബലഹീനനായി തീരുന്ന നിമിഷം. ആർക്കും ചങ്ങല കൊണ്ടോ കയറുകൊണ്ടൊന്നും ബന്ധിക്കാൻ പറ്റാതിരുന്ന ശിംശോനെ ദൈവം വിട്ടുമാറിയപ്പോൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. ഡു യു സീ ദി ഗ്രേറ്റ്നെസ് ഓഫ് ദ ലോസ് ദാറ്റ് ഹി ഹാഡ്? തനിക്കുണ്ടായ നഷ്ടത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നുണ്ടോ? തനിക്കെതിരെ ആയിരങ്ങൾ വന്നാലും നിസ്സാരമായി കൊമ്പ് കളയുന്ന ശിംശോൻ ഇപ്പോൾ കീഴടങ്ങുകയാണ്. തന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനം പിൻവലിച്ചു. ദ പവർ ഈസ് നോട്ട് ദേർ. ശക്തിയില്ല. മുമ്പിലത്തെ പോലെ കൊടഞ്ഞു നോക്കി, പക്ഷെ കൊടഞ്ഞപ്പോൾ മനസ്സിലായി ശക്തിയില്ല. ദൈവം വിട്ടുപോയത് തനറിഞ്ഞില്ല. ഇനി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നഷ്ടം വലിയൊരു നഷ്ടമാണ് ശിംശോനെ സംബന്ധിച്ച. അടുത്ത കാര്യം ഈ നഷ്ടം എന്താ തനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയത്? ഇത്രയും വലിയൊരു ദൈവശക്തി, ഇത്രയും വലിയ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ശിംശോന് ദൈവം വിട്ടുപോയത് അറിയാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് നമുക്കും ബാധകമാണ്. ഇറ്റ് അപ്ലൈസ് ടു us as well. ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ച് കർത്താവ് വിട്ടുപോയാൽ ചിലപ്പം വി മേ നോട്ട് റെക്കഗ്നൈസ് വൈ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ശിംശോന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ കൂടെ ഒന്ന് പ്ലേസ് ചെയ്ത് അത് നമുക്ക് നൽകുന്ന പ്രാക്ടിക്കൽ ലെസൺസ് നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക. ശിംശോന്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും ശക്തി തന്റെ മേലുണ്ടായിരുന്നു, വളരെ വൻ കാര്യങ്ങൾ ചെയ്ത ശിംശോന് യഹോവ വിട്ടുപോയത് തിരിച്ചറിയാൻ പറ്റാതെ പോയതിന്റെ കാരണം, ഒന്നാമത്തെ കാരണം, ശിംശോനെ സംബന്ധിച്ച് ജനനത്തിലെ തന്നെ ഞാൻ പറഞ്ഞു, ഒരു നാസീർ വ്രതം നിയമങ്ങൾ ന്യായപ്രമാണത്തിലുമുണ്ട്. അതുകൂടാതെ തന്റെ മാതാപിതാക്കളോടും ദൈവം നിയമങ്ങൾ, കൽപ്പനകൾ കൃത്യമായി ആചരിക്കാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ശിംശോൻ ചെയ്തത് ഈ ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ കേൾക്കുന്നില്ല, ഞാൻ ആ സമയത്തൊന്ന് വായിക്കാം. ജഡ്ജസ് ചാപ്റ്റർ 13. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാഥ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹ എന്നു പേർ. അവന്റെ ഭാര്യ മച്ചിയായിരിക്കൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി 14:8-9 ആണ്. 14:8-9.
ജഡ്ജസ് ചാപ്റ്റർ 14 വേഴ്സ് 8-9. കുറെ Yes, കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറി ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അതവൻ കയ്യിലെടുത്ത് തിന്നുകൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെ അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു. അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല. കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുത്തെ സംഭവം 14-ാം അധ്യായം തുടങ്ങുന്നത് ശിംശോൻ ഒരു ഫെലിസ്ത്യ സ്ത്രീയെ കണ്ടു. കണ്ട ഫെലിസ്ത്യ സ്ത്രീയെ തനിക്ക് വിവാഹം കഴിക്കണം. മാതാപിതാക്കളോട് പറഞ്ഞു. അവരതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. ശിംശോന് ഇത് തന്നെ എനിക്ക് കല്യാണം കഴിച്ചേ തീരുവെന്നുള്ള വാശിയിൽ ശിംശോനും മാതാവും പിതാവുമായിട്ട് തിമ്നയിലേക്ക് പോവുക. അപ്പോഴാണ് നമ്മൾ മുമ്പേ വായിച്ച വാക്യം, പോകുന്ന വഴിയിൽ സിംഹം ശിംശോനെതിരെ വന്നു, വലിച്ചു കീറി കൊന്നിട്ട് താൻ പുറപ്പെട്ടു പോയി. ചില നാളുകൾക്ക് ശേഷം, അതാണ് 8-ാം വാക്യം, കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിക്കാൻ തിരികെ പോകുകയിൽ തിമ്നയിൽ താൻ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ച ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ, മുൻപേ പോയ വഴിയാണ്, കഴിഞ്ഞ തവണ പോയപ്പോൾ സിംഹത്തെ കൊന്ന് അവിടെ ഇട്ടതാണ്, അപ്പോൾ ഇട്ട ശവത്തിലേക്ക്, ഈ സിംഹത്തിന്റെ ഉടലിലേക്ക് താൻ തിരിച്ചു പോവുക. ഈസ് ഗോയിങ് ടു ദ ഡെഡ് ബോഡി ഓഫ് ദാറ്റ് ആനിമൽ. താൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഈ സിംഹത്തിന്റെ ഉടലിനകത്ത് തേനീച്ചക്കൂട്ടത്തെ കണ്ട് അവിടുന്ന് തേൻ താൻ എടുത്ത് തിന്നു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഡെഡ് ബോഡിയുമായിട്ട് സമ്പർക്കം പാടില്ല. ഇറ്റ് ഈസ് അൺക്ലീൻ. അശുദ്ധമായതുമായിട്ട് യു ഷുഡിൻ ടച്ച് അൺക്ലീൻ എന്നുള്ള കൽപ്പന ശിംശോൻ ഉണ്ടായിരുന്നു, മാതാവിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തന്റെ വ്രതത്തെ തെറ്റിച്ചുകൊണ്ട് അവിടെ പോകുക മാത്രമല്ല, അതിന്റെ അകത്ത് നിന്ന് തേനെടുത്ത് താൻ കഴിച്ചോണ്ട് വന്നിട്ട് മാതാവിനും പിതാവിനും കൊടുക്കുകയും ചെയ്തു. ഇവരെന്തിനു പോവാ? കല്യാണത്തിന് വേണ്ടി പോവാ. അവിടുത്തെ രീതി അനുസരിച്ച് ഒരു 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഫീസ്റ്റ് ഉണ്ട്, ഉത്സവം. 7 ദിവസത്തെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫീസ്റ്റ് ശിംശോൻ ഒരുക്കി ഫെലിസ്ത്യർക്ക് കൊടുക്കുക, ഈ ഫെലിസ്തീയ സ്ത്രീയെ വിവാഹം കഴിക്കാൻ. അന്നത്തെ വിരുന്നുകളിൽ, ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി അത് പറഞ്ഞിട്ടുണ്ട്, ശിംശോൻ എടുത്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടില്ലെങ്കിലും, അന്നത്തെ വിരുന്നുകളിൽ സ്വാഭാവികമായിട്ട് വീഞ്ഞ്, മദ്യം, ഇതിന്റെയൊക്കെ ഉപയോഗം കാണും. ശിംശോനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാണും. ഞാൻ പറഞ്ഞു വരുന്നത്, നേരിട്ട് ശിംശോൻ ചെയ്തത് തനിക്കുണ്ടായിരുന്ന, തന്നോട് ദൈവം പറഞ്ഞിരുന്ന കൽപ്പനകളുടെ ലംഘനം, തന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട നിയമങ്ങളുടെ ലംഘനം താൻ നേരിട്ട് ചെയ്യുകയാണ് ഇവിടെ. പക്ഷെ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ ഒന്ന് വായിക്കണം. അത് നമ്മളൊന്ന് ഇരുത്തി ഇന്ന് ചിന്തിക്കണം. യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്? ഹി directly disobeyed 2 of the commandments. 2 കൽപ്പനകളിൽ എങ്ങനെ നടക്കുക? അൺക്ലീൻ ഡെഡ് ബോഡിയുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പോലെ ഫീസ്റ്റിൽ വൈനുമായിട്ടൊക്കെ ചിലപ്പം കുടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ഒരു സർക്കിളിൽ ഹി മേ ഹാവ് യൂസ്ഡ് ദാറ്റ്. ഇത് രണ്ടും കഴിയുമ്പോൾ സംഭവിക്കുന്നത്, ആ വിരുന്ന് അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു കലഹത്തിൽ അവസാനിക്കും. ഞാൻ ആ സംഭവങ്ങളെല്ലാം വായിക്കാൻ സമയം എടുക്കുന്നില്ല. സംഭവത്തിലുള്ള ഒരു റിഡില് പറയും, അതിന്റെ ഉത്തരം പറയണമെന്ന് വെല്ലുവിളി നടക്കുന്നു. അത് സാധിക്കാതെ വരുന്നു. തന്നെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീ വഴി ഇവർ ഇതിന്റെ ഉത്തരം കണ്ടെത്തി. ഇത് ശിംശോൻ തിരിച്ചറിയുമ്പോൾ ശിംശോൻ കോപിച്ച്, എന്നിട്ട് താൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ വായിക്കേണ്ട വാക്യം. നമ്മൾ വായിക്കുന്നത് 14-ാം അധ്യായമാണ്. ആദ്യത്തെ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടു, ഡയറക്റ്റ് ആയിട്ട് കൽപ്പനകളുടെ വ്രതത്തെ തെറ്റിക്കുന്ന ഭാഗങ്ങൾ കണ്ടു. ഇനി അതിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, വേഴ്സ് 19. പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു,
അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്നു. അവരുടെ ഉടുപ്പൂരി, കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. എന്തോ ഇവിടെ കാണുന്നേ? എന്തോ ഇവിടെ കാണുന്നേ? കൽപ്പനകളുടെ ലംഘനം നടന്നു. ദ വോയിസ് ബ്രോക്കൺ. വ്രതം തെറ്റിച്ചു, അശുദ്ധമായത് തൊട്ടു, അതിനകത്തിൽ നിന്ന് തേൻ തിന്നു, മാതാപിതാക്കൾക്ക് കൊടുത്തു, വിരുന്ന് നടത്തി. പക്ഷെങ്കിൽ ഇതിന്റെയൊക്കെ ഒടുവിൽ എഴുതിയിരിക്കുന്ന പ്രയോഗം എന്താ? ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് കെയിം. ദൈവാത്മാവ് തന്റെ മേൽ വന്നു. മുമ്പിലത്തെ പോലെ സിംഹത്തെ വലിച്ചു കീറിയതുപോലെയുള്ള അമാനുഷികമായ ശക്തി തന്റെ മേൽ വ്യാപരിച്ചിട്ട് നിസാരമായി അവിടെ ഉണ്ടായിരുന്ന ഫെലിസ്ത്യരെ കൊന്നുകളഞ്ഞു. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയാം? ഈ അശുദ്ധമായ പാപ വഴികളിൽ താൻ നടക്കുമ്പോഴും ഫോർ സാംസൺ ദ പവർ ഇസ് സ്റ്റിൽ ദേർ. ആ ശക്തി ഈ പാപങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഉണ്ട്. കേൾക്കുന്നുണ്ടോ? നമ്മൾ സാധാരണ വിചാരിക്കുന്നത്, നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്, ഒരാളെ ഗിഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടാൽ നമ്മൾ ചിന്തിക്കും ഹീസ് ആൻ ഹോളി മാൻ. പുള്ളി ഭയങ്കര വിശുദ്ധനായോണ്ടായിരിക്കും ഈ 30 പേരെയൊക്കെ നിസാരമായി കൊന്നുകളഞ്ഞത്. ഈ ദൈവാത്മാവ് ഇറങ്ങി വന്ന് നിസാരമായി കൊന്നത് ഭയങ്കര മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാന്നായിരിക്കും ചിന്തിക്കുന്നത്. സത്യത്തിലുണ്ടല്ലോ, എന്നെ പേടിപ്പിച്ച, എന്നെ എന്തുവാ, ഞാൻ വായിച്ചപ്പോ എനിക്ക് തന്നെ ഇന്ന് ഞാൻ വൈകിട്ട് ഞാനത് ഉച്ചകഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ എന്നെ പിടിച്ചുകുലിക്കുക മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. സിമിലർ തിങ്. ചാപ്റ്റർ 16 നമ്മൾ വായിച്ച 16-ാം അധ്യായത്തിലും ഇത് തന്നെയാണ്. ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ കാര്യങ്ങളാണ് കാണുന്നത്. ഇന്ന് നമ്മൾ ഇത് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത് ഗൗരവമായിട്ട് കാണണം. നമ്മൾ ഗൗരവത്തോട് ഇത് ചിന്തിച്ച് നമ്മളുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചാപ്റ്റർ 16 ഒന്ന് കടന്നു വരാം. ഈ പറഞ്ഞ ഇതേ ആശയം 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ പറ്റും. അതിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. ചാപ്റ്റർ 16 വേഴ്സസ് 1. അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ടു. അവളുടെ അടുക്കൽ ചെന്നു. വായിക്കുന്നതായിട്ട് ഇവിടെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 14-15 സംഭവിച്ചത്, ഒരു കല്യാണത്തിന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അത് നടന്നില്ല. അവിടെ ഫെലിസ്തീനുമായിട്ട് പിന്നെ നടന്ന സംഭവങ്ങളൊക്കെയാണ് 15 എഴുതിയേക്കുന്നത്. 16 വരുമ്പോ ശിംശോന് മുമ്പത്തെ പോലെ ഒരു വിവാഹത്തിലേക്കൊന്നും കടക്കാൻ താല്പര്യമില്ല. താൻ അതിന് മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തി. ഒരു വേശ്യാലയം തേടി താൻ പോവുകയാണ്. തന്റെ ജഡത്തിന്റെ വികാരത്തെ സുഖിപ്പിക്കാൻ പാപ വഴികൾ തേടി ഗസയിൽ ചെന്നു. ഗസയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഫെലിസ്ത്യൻ സിറ്റിയാണ്. തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച് പാപത്തെ തേടിത്താൻ പോകുന്നതാണ് 16-ന്റെ 1-ാം വാക്യം. വേശ്യയുടെ അടുത്ത് പോകുക എന്ന് പറയുമ്പോൾ നാസിർ ആയിരിക്കുന്ന ഈ ശിംശോനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഗൗരവമായിരിക്കണം. പക്ഷെ ഫോർ എനി ജ്യൂ ഇത് നേരിട്ടുള്ള കൽപ്പനയുടെ ലംഘനമാണ്. വ്യഭിചാരം പാടില്ല, ഫോർണിക്കേഷൻ, അഡൽട്ടറി, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം ദൈവം വെറുക്കുന്ന, ദൈവം അരുതെന്ന് പറഞ്ഞ കൽപ്പനകളുടെ ലംഘനമാണ് ഈ 1-ാം വാക്യത്തിൽ കാണുന്നത്. ഒരു രാത്രിയിൽ തനിക്ക് സുഖത്തിനു വേണ്ടി, ജഡത്തിന്റെ മോഹത്തിനു വേണ്ടി ഒരു വേശ്യയെ തേടിപ്പോകുന്ന ശിംശോൻ. പക്ഷെ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 2-3 വാക്യം ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ആ വാക്യത്തിന്റെ വായനയിൽ തന്നെ ആ സന്ദേശം വ്യക്തമാകും. ഒന്ന് വായിക്കാമോ 2-3 വാക്യം? ശിംശോൻ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് ഗസ്യർക്ക് അവർ അറിവ് കിട്ടി. അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിൽക്കൽ പതിയിരുന്നു. നേരം വെളുക്കുമ്പോൾ അവനെ കൊന്നുകളയാം എന്ന് പറഞ്ഞു. രാത്രി മുഴുവനും അനങ്ങാതിരുന്നു. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി.
അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. കേട്ടോ വായിച്ചത്? ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഈ ശിംശോന്റെ ജീവചരിത്രത്തിലുണ്ട്. ഒരു അന്യ ജാതീയ ഫെലിസ്തീയ ദേശിയോടൊപ്പം ഒരു രാത്രിയിൽ ഒരു രാത്രി ചെലവിട്ടിട്ട് എഴുന്നേറ്റ് വരുമ്പോൾ ചെയ്യുന്നത് എന്തുവാ? ഒന്ന് ആ ഭാഗം കണ്ടോ? താൻ അവിടെ ഉണ്ടെന്ന് കണ്ട് തന്നെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ആൾക്കാര് പതിയിരിക്കുക. പക്ഷെ ശിംശോൻ രാത്രിയിൽ അങ്ങോട്ട് വന്നിട്ട് ആ പട്ടണത്തിന്റെ വാതിലും കതകും ഓടാമ്പലെല്ലാം ആ മണലിൽ നിന്ന് വലിച്ചൂരി അവർ എഴുതിക്കുന്നത് ഒരു മലയുടെ മുകളിലേക്ക് ഇതെല്ലാം എടുത്തോണ്ട് ചുമന്നുകൊണ്ട് പോയി. യു സീ ദ പാർട്ട്. പക്ഷെ താൻ തലേ രാത്രിയിൽ ചെയ്തത് എന്തുവായിരുന്നു? നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. കൊടിയ പാപത്തിൽ തുടരുമ്പോഴും ശക്തി തന്നിലുണ്ട്. തന്റെ മേൽ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്തെന്നറിയാമോ? Why Samson couldn't recognize the departure of the Lord? Samson couldn't recognize because when he began to compromise on little things went as usual. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പഴയതുപോലെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പഴയതുപോലെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ താൻ മുന്നോട്ടു പോയി. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ ഗിവൺ ഔട്ട് ഓഫ് ഹിസ് ഗ്രേസ്, നോട്ട് ബിക്കോസ് ഓഫ് വൺസ് മെറിറ്റ് ഓർ ഹോളിനെസ്. ഒരാളുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല കൃപാവരങ്ങളെ തമ്പുരാൻ നൽകുന്നത്. അത് കൃപാദാനമാണ്. ഇറ്റ് ഈസ് ഗിഫ്റ്റ്സ് ഗിവൺ ഔട്ട് ഓഫ് ഗ്രേസ്. ഞാൻ ഇത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ഈ വലിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടിയ പാപങ്ങൾ, വൻകാര്യങ്ങളൊക്കെ വലിയ വീഴ്ചകൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഇതിനെ ഒന്ന് കൊണ്ടുവന്നേ. ഇപ്പൊ ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ശുശ്രൂഷയിൽ പല നിലകളിൽ ഇൻവോൾവ് ചെയ്യുന്നവർ കാണും. പാട്ടുകൾ പാടുന്നവരുണ്ടായിരിക്കാം, ലീഡ് ചെയ്യുന്നവർ കാണും, പ്രസംഗിക്കുന്നവർ തന്നെ ഇതിനകത്ത് പലരും കണ്ടേക്കാം. ഇനി നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൈനറായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, ഓക്കെ, വലിയ സംഭവങ്ങളല്ലാതെ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ പറ്റി, അല്ലെ വേണ്ടും പോലെ വചനം ധ്യാനിക്കാൻ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഞാൻ ഒരു സിമ്പിൾ കാര്യം പറയാം സോ ദാറ്റ് വി ക്യാൻ റിലേറ്റ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ഇന്ന് വൈകിട്ട് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പറ്റാതെ പോവോ എനിക്ക്? ഇല്ല, പ്രസംഗം നടക്കും. എന്താ ഇത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ ഈ പറയുന്ന പോലെ സംഭവമില്ല. പക്ഷെ ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇടപെടും. പക്ഷെ നമ്മൾ അതിനെ അടക്കി കുറച്ചും കൂടെ ഗൗരവത്തിൽ പ്രസംഗിച്ച് അതിനെ കംപ്രസ് ചെയ്ത് കളയുമ്പോൾ നെക്സ്റ്റ് ടൈം ഐ ഗോ ടു എ ഗ്രേറ്റർ മിസ്റ്റേക്ക്. And next is another great mistake. That is what happened to this man. പ്രസംഗം നടക്കും, പാട്ട് നടക്കും, യോഗം നടക്കും, പക്ഷെ മറ്റു സൈഡിൽ ഒരു രഹസ്യ പാപ ജീവിതം, തോറ്റ ഒരു ജീവിതം. പക്ഷെ മറു സൈഡിൽ ശുശ്രൂഷ അല്ലെങ്കിൽ ഗിഫ്റ്റുകളുടെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ശിംശോൻ എന്താ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയത്? ബിക്കോസ് ഹീ സീസ് ഈവൻ ആഫ്റ്റർ കമ്മിറ്റിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന വയലേഷൻസ് ഒക്കെ നടത്തുമ്പോഴും ഒന്നും സംഭവിച്ചില്ലല്ലോ. നത്തിങ് ഹാപ്പൻ. ഈ തേൻ കുടിച്ചപ്പോൾ, ഈ ശവത്തിൽ നിന്ന്, അശുദ്ധമായതിൽ നിന്ന് തേൻ കുടിച്ചപ്പോൾ കുഴഞ്ഞു വീണായിരുന്നെങ്കിൽ ശിംശോൻ ചിലപ്പോ he may have never done it again, but that didn't happen. So he went for the next. ഈ ചെയ്തതിന്റെയൊക്കെ ക്ലൈമാക്സ് എത്തിയതാണ്
16-ാമത്തെ അധ്യായം. ഈ അധ്യായം നമ്മളെ ഭയപ്പെടുത്തണം പ്രിയമുള്ളവരെ. ഇത് വായിക്കുന്നു, ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ കർത്താവ് എന്നോട് ഇതിൽ കൂടെ സംസാരിക്കുന്നു. ഇത് നമ്മളെ പേടിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ ദൈവ ഭയം ഇതിടണം. 16-20 വാക്യം, ദൈവം വിട്ടുമാറിയത് അറിയാതെ കുടഞ്ഞു നോക്കുന്ന ശിംശോൻ. ഞാൻ ചില കമന്റുകൾ നോക്കിയപ്പോൾ ആ വാക്യത്തെ പറ്റി കമന്റേറ്റേഴ്സ് പലരും പറയുന്നത് എന്തോന്നറിയാമോ? ദിസ് ഈസ് വൺ ഓഫ് ദി ട്രാജിക് വേഴ്സസ് ഇൻ ദ ബൈബിൾ. വിശുദ്ധ ബൈബിളിലെ തന്നെ ഏറ്റവും ദുരന്തം നിറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന, അങ്ങനെ ഏറ്റവും ഡിസാസ്ട്രസ് വേഴ്സ്. ഇത് ഈ വാക്യം എന്തോരം വിഷമമാണ് കൊണ്ടുവരുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ. He went too far. He went too far that he cannot return. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ പറഞ്ഞത്. ഒരു വേശ്യയുടെ കൂടെ കിടന്ന് ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അമാനുഷികമായ പ്രവർത്തികൾ ചെയ്ത് ഒരു മല മുഴുവനും വാതിലും കട്ടലയുമൊക്കെ ആയിട്ട് കയറുന്ന ശിംശോൻ. പക്ഷെ അവിടെയും തീർന്നില്ല. അവിടെയും ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ he went to the next thing. അടുത്തതിലേക്ക് പോവുകയാണ്. 16-ാം അധ്യായത്തിന്റെ നമ്മൾ 3-ാമത്തെ വാക്യമല്ലേ വായിച്ചത്? 4-ാമത്തെ വാക്യം നോക്കിക്കേ, ചാപ്റ്റർ 4 വേഴ്സ് 4. അതിന്റെ ശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിലെന്ന് ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം വീതം നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ആദ്യത്തെ ഒരു വേശ്യയായിരുന്നു. ഇപ്പോൾ 4-ാം വാക്യത്തിൽ പറയുന്നത് he fell in love with a woman in the valley of Sorek whose name was Dalila. ശിംശോന്റെ ചരിത്രത്തിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിൽ ഇത് 3-ാമത്തെ സ്ത്രീയാണ്. ഒന്ന് തിമ്നയിൽ ഉണ്ടായിരുന്ന ഫെലിസ്ത്യ സ്ത്രീ, താൻ കണ്ടു, തനിക്കത് വേണം, അവളെ തന്നെ വേണമെന്നുള്ള വാശിക്ക് പോകുന്നു. 2-ാമത്തേത് 16-ന്റെ ആദ്യത്തെ ഭാഗം ഗസയിൽ പോയി വേശ്യ. 3-ാമത്തേതാണ് ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്നത്. ഈ സ്ത്രീക്ക് മാത്രമേ പേര് പറഞ്ഞിട്ടുള്ളൂ, ദലീല. ഇവിടെ ഒരു പ്രയോഗമുണ്ട്. മറ്റ് രണ്ട് തവണയും എഴുതിയേക്കുന്ന വാക്കുകൾ എങ്ങനെയാണെന്നറിയാമോ? 14-ലും 16-ലും എഴുതിയേക്കുന്നത് he saw എന്ന, താൻ കണ്ടു എന്ന, താൻ കണ്ടു, തന്റെ കാഴ്ചക്ക് അത് കറക്റ്റാന്ന് തോന്നി, അതേപോലെ ചെയ്തു. പക്ഷെ ഈ 16-4 പറയുന്നത് മറ്റൊരു പ്രയോഗമാണ്. he fell in love. ഇതിനു മുമ്പ് ഈ പ്രയോഗം എങ്ങും കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് തനിക്ക് കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടെന്നാണ്. പക്ഷെ ഇവിടെ he fell in love. ഇതും ഇവിടെ സ്ഥലത്തിന്റെ പേരുണ്ട്. ആ സ്ഥലവും ആ പേരിന്റെ അർത്ഥമൊക്കെ കണക്ട് ചെയ്താൽ ഇതും ഒരു പക്ഷെങ്കിൽ മിക്കവാറും ഒരു ഫെലിസ്ത്യ സ്ത്രീ തന്നെയാണ്. ഈ എപ്പിസോഡ് തുടങ്ങി 4-ാം വാക്യം മുതൽ നമ്മൾ വായിച്ച് 21-ാം വാക്യം വരെ സാംസൺ ആൻഡ് ദലീല ഇവര് തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു എപ്പിസോഡാണ് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇത് പഠിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇതിനോടുള്ള ബന്ധത്തിൽ. ഇവിടെ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഫെലിസ്ത്യർ വന്നിട്ട് പറയും, ഈ മനുഷ്യന്റെ ശക്തിയുടെ പുറകിലെ സീക്രട്ട് എന്താണ്? വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് ഹി എക്സസൈസസ്? സാധാരണ ഈ ശിംശോനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ബൈബിൾ സ്റ്റോറീസിന്റെ ഒക്കെ മൂവീസ് ഒക്കെ ഇറങ്ങുമ്പോൾ സാംസൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജയന്റിന്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇപ്പൊ ഗോലിയാത്തിനെ പോലെയൊക്കെയുള്ള വലിയ ഒരു മനുഷ്യൻ, ഈ കട്ടലയും ഈ സിറ്റി ഗേറ്റ് ഒക്കെ എടുത്തു പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ പോലെ അല്ല, ഭയങ്കര ടോൾ ആൻഡ് ഭയങ്കര ഹെവി ഒരു മനുഷ്യൻ ഇതെല്ലാം എടുത്തുകൊണ്ട് കയറുന്നു എന്നുള്ള നിലയില്ല. ഭയങ്കര മസിലായിരിക്കും, ഭയങ്കര ബലമായിരിക്കും, ഉയർന്ന ആളായിരിക്കും എന്നൊക്കെ നമ്മുടെ ചിന്ത വരും. പക്ഷെ ഈ ഫെലിസ്ത്യർ ഈ സ്ത്രീയോട് പറയുന്ന വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഹിസ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ശിംശോനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയിൽ ഒരു പക്ഷെങ്കിൽ എന്നോ തോന്നത്തില്ല. He looked like an ordinary man. He never seemed to be so powerful. But
ഈ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വരുമ്പോഴാണ് തനിക്ക് ഈ ശക്തി ഉണ്ടാകുന്നത്. ആ സീക്രട്ട് ആണ് അവർക്ക് അറിയേണ്ടത്. അത് അവർക്ക് അറിഞ്ഞുകൂടാ. അവർ നോക്കുമ്പോൾ ഈ സാധാരണ മനുഷ്യനാ, പക്ഷെങ്കിൽ ഈ അമാനുഷികമായ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ സീക്രട്ട് അറിയണം. ശിംശോന്റെ ജീവിതത്തിൽ ഉണ്ടായ പാപത്തെ താലോലിക്കുന്നതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്നതാണ് ഈ ഭാഗങ്ങൾ. ഞാനത് വാക്യങ്ങൾ വായിക്കുന്നില്ല, നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. സംഭവം ഇത്രയേ ഉള്ളൂ. ശിംശോന്റെ അടുത്ത് ദലീല ചെന്നിട്ട് പറയും, ഈ ശക്തിയുടെ പിറകിൽ എന്താണെന്ന് എന്നോട് പറയണം. അപ്പോൾ ശിംശോൻ ഈ സ്ത്രീയെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് ആ വാക്യത്തിൽ പറഞ്ഞനുസരിച്ച്, ബിക്കോസ് ഹി ഫെൽ ഇൻ ലവ്, 16-ന്റെ 6-7 വാക്യം മാത്രം നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. വേഴ്സ് 6 and 7 ഓഫ് ചാപ്റ്റർ 16. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിൽ ആകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ശിംശോൻ അവളോട്, ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ 7 ഞാങ്ങണ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എന്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് പറഞ്ഞു. കേൾക്കണം, ഇങ്ങനെ ഓരോ തവണ ശിംശോൻ ഓരോന്ന് പറഞ്ഞു. ഈ പറയുന്ന കാര്യം അതേപോലെ ദലീല ചെന്ന് ഫെലിസ്ത്യരോട് പറഞ്ഞു, അതേപടി ചെയ്യും, പിടിച്ചു കെട്ടും. ശിംശോനെ, ഫെലിസ്ത്യർ വന്നു എന്ന് പറയുമ്പോൾ താൻ എഴുന്നേറ്റ് കൊടയുമ്പോ തന്നെ തന്റെ മേൽ കെട്ടിയിരിക്കുന്ന ബന്ധനമെല്ലാം അഴിഞ്ഞു പോകുന്നു. 1 വട്ടമായി, 2 വട്ടമായി, 3 വട്ടമായി, 4ാമത്തെ തവണയായി. ഇതിങ്ങനെ ആവർത്തിച്ച് ശിംശോനും ഹി ഓൾസോ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ഇറ്റ്. Suddenly he is playing with his death. തന്റെ മരണത്തെ കൊണ്ടുള്ള കളിയായിരുന്നു, താൻ അറിഞ്ഞില്ല. പാപമാണ്. പക്ഷെ ഞാൻ ഓർത്ത എന്താ, ശക്തിയുണ്ട്, എനിക്ക് ജയിക്കാം, എനിക്ക് നിസാരമായിട്ട് തോൽപ്പിച്ചെഴുന്നേൽക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓക്കെ, ഐ ക്യാൻ ഡു ഇറ്റ്, എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള നിലയിൽ താൻ ഇങ്ങനെ ഇതുമായിട്ട്, ഈ പാപവുമായിട്ട് കളിക്കാൻ തുടങ്ങി, താലോലിക്കാൻ തുടങ്ങി. അവസാനമായിട്ട് ഈ സ്ത്രീ എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ ഉണ്ട്, നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുമെന്നു എന്ന് പറയുന്നത് എങ്ങനെ കണ്ടോ? ആ ഫെൽ ഇൻ ലവ് എന്നുള്ള വാക്കാണ് വീണ്ടും അതങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക. ശരിയല്ലേ? സത്യ. അതിന് വേറെ നിലയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. എന്തോ, രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശരിയാകണമെങ്കിൽ ഓണസ്റ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻസി ഉണ്ടാകണം, കറക്റ്റ് കാര്യ. പക്ഷെ അത് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തിനാ? തന്റെ ശക്തിയെ ചോർത്തിക്കളയാൻ, ശത്രുവിന് തന്റെ ശക്തിയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ ശിംശോൻ അറിയത്തില്ലേ? ദ മോസ്റ്റ് പവർഫുൾ പേഴ്സൺ, ഈ പുസ്തകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ, ഒരു വിഡ്ഢിയെ പോലെ ഒരു സ്ത്രീയോട് തന്റെ ശക്തിയുടെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കാണാം. അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. Never flirt with sin until it entangles you. പാപത്തോട് കളിക്കരുത്. കളിച്ചു കഴിഞ്ഞാൽ പാപം പിന്നെ കുരുങ്ങും. പിന്നെ ഈ കുരുക്കിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത വലിയ കുഴിയിൽ ചെന്ന് ഇത് അവസാനിക്കും. ഇറ്റ് ഈസ് എ ട്രാപ്പ്. നമ്മളിങ്ങനെ ചെറുത് വിട്ട് അവസാനം യു ഫെയിൽ ഇൻ ദ പിറ്റ്. ശിംശോൻ ഓർത്തത് ശക്തി പോകത്തില്ല, ശക്തി അവിടെ തന്നെ കാണുമെന്ന. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവള് ചെയ്തത് എന്താണ്? തന്റെ തലയിലെ മുടിയെല്ലാം മുറിച്ചു. എന്നിട്ടുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായിട്ട് എടുത്തത്. എന്നിട്ട് പറയാണ്, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ താൻ മുമ്പലത്തെ പോലെ കുടഞ്ഞൊഴിയാമെന്ന് വിചാരിച്ചു. പ്രിയമുള്ളവരെ, ഈ പാസേജ് നമ്മളെ, ഇറ്റ് മസ്റ്റ് സ്കെയർ us today. Samson took the presence of God and his power for granted. ദൈവശക്തിയെയും ദൈവ സാന്നിധ്യത്തെയും നിസ്സാരമായി എടുത്തു. ഇറ്റ് വാസ് ടു ലേറ്റ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? പാപത്തിലേക്ക് പോകുന്ന ഓരോ ചുവട് താൻ എടുത്തെടുത്ത് അത് തെന്നിച്ചെന്ന് വീണത് വലിയ കുഴിയിലേക്കാണ്. സാംസൺ വാസ് അൺകോൺഷ്യസ് ഓഫ് ദ ലോസ് ദാറ്റ് ഹി ഹാഡ്. തനിക്കുണ്ടായ വലിയ നഷ്ടം താൻ തിരിച്ചറിയാതെ പോയി. പറഞ്ഞു വരുന്ന കാര്യം എന്തെന്നറിയാമോ? ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്
When it departs, it can be silent. It may not show any outward sign. But if we keep entertaining sin in our life, it may just go. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇവിടെ എഴുതിയേക്കുന്ന ഒരു ഭാഗം ഞാൻ വായിച്ചപ്പോൾ എനിക്കത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. സാംസൺ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചെയ്തത് എന്താ? മുമ്പിലത്തെ പോലെ കുടഞ്ഞു നോക്കി ശക്തി ഉണ്ടോ എന്ന്. അർത്ഥം എന്താ? ഈ ദൈവസാന്നിധ്യം പോയാലും മുമ്പിലത്തെ രീതികൾ തനിക്കറിയാം, പഴയ പോലെ ചെയ്യാൻ തനിക്കറിയാം. The methods are still there, but the power is missing. പ്രിയമുള്ളവരെ, നമ്മളിത് ചിന്തിക്കുമ്പോൾ നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നല്ലതാ. പവർ ഉണ്ടോ? ആത്മശക്തി ഉണ്ടോ? പണ്ടത്തെ പാട്ട് കാണും, പഴയ പോലെ പാടുന്നുണ്ടായിരിക്കും, പക്ഷെ പണ്ട് വ്യാപരിച്ചതുപോലെ ദൈവകൃപയുടെ വ്യാപാരമുണ്ടോ? കയ്യടി കാണും, പക്ഷെ പണ്ടത്തെ പോലെ ദൈവശക്തി ഉണ്ടോ? ശാസിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ പിശാച് പോകുന്നുണ്ടോ? പ്രസംഗം കാണും, പക്ഷെ ജനം വിടുവിക്കപ്പെടുന്നുണ്ടോ? റിസൾട്ട് കാണത്തില്ല, പ്രസൻസ് പോകുമ്പോ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ദി ആക്ടിവിറ്റീസ് വിൽ ബി ദേർ. കുറയുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ഇല്ല. പണ്ട് കരിഞ്ഞു പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ റിസൾട്ട് കാണുന്നില്ല. പ്രസൻസ് ഈസ് ലോസ്റ്റ്. ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഹൗ ക്യാൻ ഐ നോ ഗോഡ് ഇസ് വിത്ത് മീ? ദൈവ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെന്ന് എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? ഞാനിത് പറയുന്നത് ഒരു മല കയറുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം. പാപത്തിന്റെ ഒരു വീഴ്ച, ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് പാപത്തിലേക്ക് വീഴുക എന്ന് പറയുന്നത്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വി വിൽ ബി സ്റ്റെപ്പിംഗ് ഇൻ ടു ദ ഹൈറ്റ്സ് ഓഫ് ഹോളിനെസ്. വിശുദ്ധ ജീവിതത്തിലേക്ക് ഒരു പടിയുടെ നടന്ന് കയറുന്നെങ്കിൽ ഇറ്റ് മീൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് വിത്ത് അസ് എന്ന് പറഞ്ഞാൽ, ഈച്ച് ഡേ, ഓരോ ദിവസവും ഇന്നലേക്കാൾ ഞാൻ ഇന്ന് കുറച്ചും കൂടെ ഹോളി ആയോ? ഇന്നലത്തേക്കാൾ കുറച്ചും കൂടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നുണ്ടോ? ഒരു ഫേമസ് ആയിട്ടുള്ള കൊട്ടേഷൻ ഇങ്ങനെ ഉണ്ടല്ലോ, യു ഷുഡ് ബി കില്ലിംഗ് സിൻ ഈച്ച് ഡേ ഓർ സിൻ വിൽ കിൽ യു വൺ ഡേ. ഓരോ ദിവസവും പാപത്തെ നമ്മൾ തോൽപ്പിക്കണം, അല്ലെങ്കിൽ പാപം നമ്മളെ തോൽപ്പിച്ച് അതിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ പാപത്തെ നമ്മൾ താലോലിക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധ ജീവിതം നമ്മുടെ കൊതി അല്ലെങ്കിൽ if we don't desire for a holy life, the presence may just leave slowly. പഴയ അന്യഭാഷ ചിലപ്പോ കാണും. ശിംശോനുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ പഴയ അന്യഭാഷയും കാണും, പഴയ കൈകൊട്ടും കാണും, പക്ഷെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ പകർച്ചയും ആത്മശക്തിയും നഷ്ടപ്പെട്ടു പോയേക്കാം. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് പൊസിഷൻ ടു ബി ഇൻ. ശിംശോന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? വിട്ടുപോയ ദൈവത്തെ അറിയാതെ പോയ ശിംശോൻ. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ച വാക്യം, സമയം ഒത്തിരി മുന്നോട്ട് പോയി, രണ്ടാമതായിട്ട് വായിച്ച വാക്യം ഞാൻ ഒന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ എന്റെ വാക്കുകളെ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളുടെ ധ്യാനത്തിന്, നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ വിടാനാക്കി. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ച വാക്യം റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സസ് 20 ആയിരുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് ലവോദിക്യ സഭയോടുള്ള ദൂതാണ്. അവസാനത്തെ ആ 7 സഭകളിൽ അവസാനത്തെ സഭയോട് പറഞ്ഞ ദൂതാണ്. 14 വാക്യം മുതലാണ് ആ ഭാഗം പറയുന്നത്. ഞാൻ അതെല്ലാം വായിക്കാൻ ഒന്നും സമയം എടുക്കുന്നില്ല, നിങ്ങളത് വായിക്കുക. പക്ഷെ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയുന്നൊരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ എവിടെ നിൽക്കുക? വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഒരാൾ തുറന്നെങ്കിലേ അകത്ത് വരാൻ പറ്റത്തുള്ളൂ. അതിന്റെ അർത്ഥം കർത്താവ് ഇപ്പോ എവിടാ? പുറത്ത്. ശിംശോന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതത്തിൽ കർത്താവ് പോകുന്നതാണെങ്കിൽ, റെവലേഷനിൽ നമ്മൾ കാണുന്നത് ചർച്ചിൽ നിന്ന് കർത്താവ് പോകുന്നത്. ഈ ചർച്ചിനെ പറ്റി ഒരു കമന്റ് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ചർച്ച് ഓഫ് ദി എക്സ്ക്ലൂഡഡ് ജീസസ്. കർത്താവില്ലാത്ത സഭ, അങ്ങനെ ഒരു സഭ ഉണ്ടാകാമോ? ഉണ്ടാകാമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയുന്നത്. കർത്താവില്ലെങ്കിൽ സഭയാവുമോ? Yes, he is standing at the door.
ഹീസ് ഔട്ട്സൈഡ് ആൻഡ് നോക്കിംഗ്. ആരെങ്കിലും കേൾക്കുമോ എന്ന് അറിയാൻ വേണ്ടി കൊട്ടുക. ഞാനിത് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൊട്ടുന്ന ശബ്ദം പോലും കേൾക്കാൻ പറ്റുന്നില്ല. അതല്ലേ പറഞ്ഞ, ആരെങ്കിലും ഒന്ന് കേട്ടാലല്ലേ തുറക്കുന്നത്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക അത് നമ്മുടെ കൂട്ടായ്മകളെ പറ്റി ആയിരിക്കും. കാരണം നമ്മുടെ ഇവിടെ അത്രയും കരിസ്മാറ്റിക് ആയതുകൊണ്ടായിരിക്കും കേൾക്കാത്ത. കർത്താവ് എവിടാന്ന് പോലും പറയുന്നില്ല. ആക്ടിവിറ്റീസ് ഉണ്ട്. The Lord is not there, but we didn't realize. How dangerous that is. How dangerous that is. ആ സഭയെ പറ്റി പറയുന്നത് 14 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ആ കാര്യം, അതിന്റെ ആശയം ഇത്രേ ഉള്ളൂ. ആ ചർച്ചിന്റെ ഒരു നിലപാട്, ആ ചർച്ച് പറയുന്നത് എന്തെന്നറിയോ? They have everything. We have everything. ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഞങ്ങൾ സമ്പന്നരാ, ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്, ഞങ്ങൾ ധനവാന്മാർ, സമ്പന്നർ, ഒന്നിനും മുട്ടില്ല. പക്ഷെ കർത്താവ് നോക്കിയിട്ട് പറയാ, അയ്യോ നീ കുരുടൻ, അരിഷ്ടൻ, ദരിദ്രൻ. The Lord is standing outside. The Lord is standing outside. How dangerous that is. എത്രയോ അപകടമാണ് പ്രിയമുള്ളവരെ അത്. സഭയുടെ ഭാഗമായിരിക്കുക, പക്ഷെ അത് തിരിച്ചറിയാതെ പുറത്തു നിൽക്കുന്ന ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്ന ഒരു കൂട്ടം. വെളിപ്പാട് പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിൽ കാണുന്നത് സഭയുടെ അവസ്ഥയെ പറ്റിയാണ്. 15-ാം വാക്യത്തിലൊക്കെ പറഞ്ഞ നിന്റെ പ്രവൃത്തിയെ ഞാൻ അറിയുന്നു. സഭയെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഈ വിശദീകരണം നൽകുന്നത്. നിന്റെ പ്രവൃത്തി ഞാൻ മനസ്സിലാക്കി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ബി അമംഗ്സ്റ്റ് യു. ചർച്ച അത് മനസ്സിലാക്കി കാണത്തില്ല. ശിംശോന് പറ്റിയതുപോലെ തിരിച്ചറിഞ്ഞിട്ടില്ല. ദ ഡിപ്പാർച്ചർ ഓഫ് ജീസസ്, ദ ഡിപ്പാർച്ചർ ഓഫ് ഗോഡ് is not recognized by the church here. What a sad state that will be. ഞാൻ എന്റെ സന്ദേശത്തെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ കൊണ്ടുവരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. The message is very simple. The message is very simple. The greatest loss that can happen in our life will be the departure of God from our lives. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പോകുന്നതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം. കർത്താവ് പോയാൽ പിന്നെ എന്തോ ഉണ്ട് നമുക്ക്? നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും എല്ലാം കർത്താവല്ലേ. ദൈവസഭയുടെ ബലം കർത്താവല്ലേ. കർത്താവില്ലാത്തത് സഭയാണോ? കർത്താവില്ലാത്ത ഒരാള് വിശ്വാസിയാണോ? ക്രിസ്ത്യാനിയാണോ? പിന്നെ കൊടയാം, പിന്നെ കുലുങ്ങാം, പക്ഷെ ശക്തിയില്ല, പിന്നെ ഒന്നുമില്ല. പക്ഷെ ഇന്ന് ഈ ദിവസം കർത്താവ് ഈ സന്ദേശം നമ്മളോട് പറയുന്നതിന്റെ ഉദ്ദേശം, the purpose of this message today is not condemnation. ഇത് വിധി പറയുന്ന ദിവസമല്ല, അതിനുവേണ്ടിയല്ല ഈ സന്ദേശം. ഈ സന്ദേശം it is a warning with lot of grace. ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത്. ശിംശോന്റെ ആ ചരിത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 20-ാം വാക്യമാണ്. വിട്ടുപോയ ദൈവത്തെ അറിയാതെ കുടഞ്ഞ ശിംശോൻ. പക്ഷേ ശിംശോന്റെ ചരിത്രം അവിടെ തീരുന്നില്ല. The story of Samson doesn't end there. 21-ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. 20 വായിച്ചത്, 21 ഒന്ന് നോക്കിക്കേ. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം, അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ആ വാക്ക് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അവന്റെ തലമുടി ആര് കളഞ്ഞു? ദലീല കളഞ്ഞായിരുന്നു. ദലീലയും ഫെലിസ്ത്യരെല്ലാം കൂടെ ചേർന്ന്. പക്ഷെ അവിടെ ആ പരാജയത്തിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു ഫ്രേസ് ഉണ്ട്. ഹിസ് ഹെയർ സ്റ്റാർട്ടഡ് ടു ഗ്രോ അഗെയിൻ. മുടി വീണ്ടും കിളിത്തു തുടങ്ങി, വളർന്നു തുടങ്ങി. അത് സത്യത്തിൽ നൽകുന്നത് എന്താണെന്നറിയാമോ? അടുത്തൊരു എപ്പിസോഡ് കൂടെ ഉണ്ട്. സ്റ്റോറി അവിടെ കഴിഞ്ഞില്ല. ഒരു ഇച്ചിരി ഭാഗം കൂടെ ഉണ്ട് ബാക്കി ശിംശോന്റെ കഥയിൽ. അതെന്താണ്? ശിംശോനെ അവരുടെ ദേവാലയത്തിൽ കൊണ്ട് നിർത്തും. അവരുടെയൊക്കെ മുമ്പിൽ ശിംശോനെ കളിയാക്കാൻ വേണ്ടി ഫെലിസ്ത്യരെല്ലാവരും ഒന്നിച്ചു കൂടും. ആ 21-ാം വാക്യമാണ് ആ പ്രതീക്ഷ. മുടി വീണ്ടും കിളുത്തു തുടങ്ങി. ശിംശോന് വീണ്ടും ദൈവം ഒരു അവസരം കൊടുക്കും. ശിംശോൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ട് ഒരു തവണ കൂടെ ആ ശക്തി നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ the Lord in his grace will give his power once again. തന്റെ മരണം കൊണ്ട് ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടി ദൈവം ഒരവസരം കൂടെ ശിംശോന് കൊടുത്തില്ലേ?
യെസ്, ഇന്നും കർത്താവ് ഹിസ് ഗ്രേസ്ഫുൾ, ഈസ് ടോക്കിംഗ് ടു us ബിക്കോസ് ഹി വാണ്ട്സ് ടു ഷവർ ദാറ്റ് ഗ്രേസ്. നമ്മുടെ മേൽ പണ്ടുണ്ടായിരുന്ന, നമ്മളിലൂടെ വ്യാപരിച്ച ദൈവശക്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ we have to return to him that he will fill us again. Hallelujah. എബ്രായർ ലേഖനത്തിൽ വാക്യം വായിക്കുന്നില്ല, ഈ വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ശിംശോന്റെ പേരും എഴുതിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? ഗോഡ് ഷോഡ് ഹിസ് ഗ്രേസ് വൺസ് അഗൈൻ ഈവൻ ആഫ്റ്റർ ദ ട്രാജിക് ലോസ്. ആ നഷ്ടത്തിന് ശേഷവും തിരിച്ചറിഞ്ഞ ദൈവമേ, ഒരു തവണ കൂടെ ആ ശക്തി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച ശിംശോനെ ഓർത്തൊരു ദൈവമുണ്ട്. ആമേൻ. ഈ ലവോദിക്ക സഭയെ പറ്റി പറയുമ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ ധനവാനാണ്, ഞങ്ങൾക്കൊന്നും വേണ്ട, എല്ലാം ആയി എന്നൊക്കെ പറയുമ്പോൾ, നീ കുരുടനാണ്, നീ നഗ്നനാണ്, നീ ദരിദ്രനാന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നത് എന്താ? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നുണ്ട്, നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകുമെന്നല്ല പറഞ്ഞത്. നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുകയല്ല ചെയ്തത്. ഹി സ്റ്റാൻഡിങ് ദേർ ഈവൻ വെൻ യു ഹാവ് പുട്ട് ഹിം ഔട്ട്. കർത്താവിനെ പരിഗണിക്കാതെ പുറത്തു നിർത്തുമ്പോഴും അവിടെ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കാണും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും ചിലരൊക്കെ കർത്താവിലേക്ക് തിരിഞ്ഞു വരും. പലതിന്റെ പുറകെ പോയവരാ, പക്ഷെ ഇന്ന് കർത്താവിലേക്ക് മടങ്ങി വിളിക്കുമ്പോ, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ പറയുമ്പോ, ചിലരിന്ന് ശബ്ദം കേൾക്കുമായിരിക്കും, ചിലരിന്ന് വാതിൽ തുറക്കുമായിരിക്കും, ചില സഭകളിൽ എനിക്ക് പ്രവേശനം കാണുമെന്നുള്ള ചിന്തയിൽ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ജയിക്കുന്നവനുണ്ടോ? ആ വാക്യത്തിൽ പറഞ്ഞ അവസാനം ജയിക്കുന്നവൻ എന്നോട് കൂടി ഇരിക്കും. ഇതിനകത്ത് ജയിക്കുന്നവർ കാണും. പാപത്തോട് തോറ്റ് പരാജയപ്പെട്ട് ആവർത്തിച്ച് തോറ്റവരായിരിക്കും. പക്ഷെ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ജയിക്കാൻ നമുക്ക് കരുത്ത് പകരും. When we listen this message, ഈ സന്ദേശം നമ്മൾ ഇന്ന് ഈ ഏറ്റവും വലിയ നഷ്ടം, തിരിച്ചറിയാൻ പറ്റാതെ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ നഷ്ടത്തെ പറ്റി കേൾക്കുമ്പോൾ, ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ കരുണയാണ്, കൃപയാണ്. കർത്താവേ, ആ നഷ്ടം എനിക്ക് സംഭവിക്കരുത്. ലോർഡ്, ഇഫ് ഐ ഹാവ് വാക്ക്ഡ് away from you, ലോർഡ് ബ്രിങ് മീ ക്ലോസ്. പുതിയ നിയമത്തിലെ മറ്റൊരു വേദഭാഗമുണ്ട്. യേശുവിന്റെ കുഞ്ഞുനാളിൽ, യേശുവിന് 12 വയസ്സുള്ളപ്പോ ദേവാലയത്തിൽ പോയ ഒരു സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലേ? മാതാപിതാക്കളെല്ലാം കൂടെ ആലയം വിട്ട് തിരിച്ചു ഭവനത്തിലേക്ക് നടന്നു പോവുക. അവിടെ ഒരു വാക്യം ഇങ്ങനെയാണ്: യേശു കൂടെ ഉണ്ടെന്നോർത്ത് ഇവരും നടന്നു. കുറെ ദൂരം മുന്നിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യേശുവില്ലാതെ കുറെ ദൂരം പോയി. പക്ഷെ തിരിച്ചറിഞ്ഞ നിമിഷം മടങ്ങി വരിക, യേശുവിനെ കൊണ്ടുപോവുക. യേശുവില്ലാത്ത, ദൈവമില്ലാത്ത ഒരു ജീവിതം കൊണ്ട് എന്ത് കാര്യം? നമ്മൾ മൂന്നാമതായിട്ട് വായിച്ച ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷം 24-ാം അധ്യായമാണ്. അതെന്തുവാന്ന് പറഞ്ഞാല്, ഇന്നും ഇത് കേൾക്കുമ്പോൾ കർത്താവ് നമ്മളെ കൃപയിൽ വിളിക്കുകയാണെങ്കിൽ, there will come a time when it is too late for us to return. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോഴും ഇതിനകത്തിലൊന്നും കാര്യമില്ല, ഇതൊന്നും എന്നോടല്ല, നമുക്ക് എന്തോ കുഴപ്പം, ഇത് എനിക്കെന്താ, എനിക്കിതിനകത്ത് ഒന്നും ഇല്ലെന്നൊക്കെയുള്ള നിലയിൽ തട്ടിക്കളഞ്ഞാൽ, there will come a time when it is too late for us to return. ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 40, 41 വാക്യങ്ങൾ, 41, 42 ആ 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 24-ന്റെ മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 40-42. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. സംഭവം എന്താന്ന് മനസ്സിലായോ? ഇന്നിപ്പോ കർത്താവ് ഉണ്ടോ കൂടെ ഇല്ലയോ ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ തിരക്കായി പോയി. ഐ വാസ് ടു ബിസി ഫോർ ദ മീറ്റിംഗ്. ഐ വാസ് ടു ബിസി ഇൻ പ്രീച്ചിങ്. മീറ്റിംഗ്സ് ആഫ്റ്റർ മീറ്റിംഗ്, ഐ എം വെരി ബിസി. ഞാൻ ഭയങ്കര തിരക്കായി. കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ശ്രദ്ധിച്ചില്ല. സന്ദേശങ്ങൾ പലതും വന്നു, പക്ഷെ ഞാൻ കാര്യമാക്കിയില്ല. ഈ വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ദിവസം ഇത് വെളിപ്പെടും. അർത്ഥം ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അൺറെക്കഗ്നൈസ്ഡ് ലോസ് ആയിരുന്നു, തിരിച്ചറിയാൻ പറ്റാത്ത നഷ്ടമായിരുന്നു. പക്ഷെ ഈ തിരിച്ചറിയാതെ പോയ നഷ്ടം
വെളിപ്പെടുന്ന ഒരു ദിവസം വരും. അത് കർത്താവിന്റെ ദിവസമാണ്. ദ ഡേ ഓഫ് ദ ലോർഡ് വെൻ ദ സെയിന്റ്സ് വിൽ ബി ഗ്യാതേർഡ് അപ്പ്. ആ വാക്യം എന്താ പറയുന്നത്? രണ്ടുപേരും വയലിലിരിക്കും, രണ്ടുപേരും പോവാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ ഇരുന്നവരായിരിക്കും. പക്ഷെ ഒരുത്തനെ കൈക്കൊണ്ടു, മറ്റവൻ ഉപേക്ഷിക്കപ്പെട്ടു. രണ്ടുപേര് തിരികളിൽ പൊടിച്ചുകൊണ്ടിരുന്നു, ഒരുത്തിയെ കൈക്കൊണ്ടു, മറ്റവൾ ഉപേക്ഷിക്കപ്പെട്ടു. എന്തുവാ കാര്യം? ദൈവം കൂടെ ഉണ്ടോ ഇല്ലയോ അറിഞ്ഞില്ല. പക്ഷെ കർത്താവ് വരുമ്പോൾ those who are in Christ will be taken up, those who are not in Christ will be left. ജീവിതത്തിൽ പല നഷ്ടങ്ങൾ ഉണ്ടാകാം. ഞാൻ പറഞ്ഞതുപോലെ നഷ്ടങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കിയാൽ തിരിച്ചു പിടിക്കാൻ പറ്റും. തീരുമാനങ്ങൾ പലതും ചിലപ്പോൾ തെറ്റിപ്പോകുമ്പോൾ, തെറ്റി എന്ന് മനസ്സിലാക്കുമ്പോൾ തിരിഞ്ഞു വരാൻ പറ്റും. ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വേണ്ട, എന്നാ അടുത്ത് നോക്കാമെന്നൊക്കെ തിരിഞ്ഞു വേണമെങ്കിൽ വരാം. പക്ഷെ ജീവിതത്തിൽ ഇഫ് യു മിസ് ക്രൈസ്റ്റ് ആൻഡ് യു ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ് അണ്ടിൽ ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, then one day you will realize it is too late for me to return. എന്നെ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ച സാറ് പറയുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോ പറഞ്ഞത്. പുള്ളിക്കാരൻ ഇങ്ങനെയായിരുന്നു പറയുന്നത്, 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ 1-2 സബ്ജക്റ്റുകൾ തോറ്റാൽ നമുക്ക് ഭയങ്കര പ്രയാസമാണ് മാതാപിതാക്കൾക്ക്. പക്ഷെ തോറ്റാൽ കുഴപ്പമില്ല, അതിന് കമ്പാർട്ട്മെന്റിലോ സപ്ലിമെന്ററി ഒക്കെ അത് എഴുതിയെടുക്കാം. ഡിഗ്രിയിലും അങ്ങനെയൊക്കെയാ. പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഇല്ല. ഒരിക്കൽ മരണം, പിന്നെ ന്യായവിധി. To the end we realize the Lord was not with us. Then we have no second option. ഇത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ഇവാലുവേറ്റ് ചെയ്യണം. എന്നെ കേൾക്കുന്നവരിൽ അല്ലെ പിന്നീട് ഇത് ശ്രദ്ധിക്കുന്നവരിൽ സുവിശേഷത്തിൽ ഇതുവരെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, this is a call to believe in the gospel. സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള സന്ദേശമായിട്ട് ഇതിനെ കാണണം. But to us who are believers, വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന, ശുശ്രൂഷകൻ എന്ന, പാസ്റ്റേഴ്സ് എന്ന, അല്ലെങ്കിൽ ചർച്ച് എന്ന് അഭിമാനിക്കുന്ന നമ്മളോട് ഈ സന്ദേശം വിളിക്കുന്നത്, ഇറ്റ് ഈസ് കോളിംഗ് us to lead a holy life. ഡബിൾ ലൈഫ് ഒക്കെ അവസാനിപ്പിച്ച് ശക്തിയുടെ പ്രകടനവും പാപ വഴികളും, രാത്രിയിൽ പാപം, പകലിൽ ശക്തിയുടെ പ്രകടനം, ഇങ്ങനെ ഇരുട്ടും വെളിച്ചവുമൊക്കെ ആരും കാണാതെ പാപത്തെ താലോലിച്ച് പാപ വഴികളിലേക്ക് നടക്കുന്നതൊക്കെ അവസാനിപ്പിച്ച് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുക. Hallelujah. Someone said heaven will be full of surprises. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരുത്തൻ എടുക്കപ്പെടും, ഒരുത്തൻ ഉപേക്ഷിക്കപ്പെടും. ഹെവൻ വിൽ ബി ഫുൾ ഓഫ് സർപ്രൈസസ്. നമ്മൾ കാണത്തില്ലെന്ന് ചിന്തിച്ച പലരും അവിടെ കാണും, നമ്മൾ കാണുമെന്ന് ചിന്തിച്ചവർ പലരും അവിടെ കാണത്തില്ല. ഈ ലോകത്തിൽ പ്രസിദ്ധന്മാരായ പലരും സ്വർഗത്തിൽ ചിലപ്പോൾ അവരുടെ പേര് പോലും കാണത്തില്ല. പക്ഷെ ഇവിടെ ആരും അറിയാത്തവർ, those who were unheard of, ഇങ്ങനെ ഉണ്ടെന്ന് പോലും ആരും അറിഞ്ഞില്ല, എങ്ങും പ്രസംഗിച്ചില്ല, ഒരു മീറ്റിംഗിൽ, ഒരു വേദിയില്ല, എങ്ങും പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ they lived a life holy and worthy of the gospel. They will be popular in heaven. ഞാൻ എന്റെ സന്ദേശത്തോടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം, ഞാനിത് സാധാരണ സംസാരിക്കുന്നതിൽ വ്യത്യസ്തമായി പല കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു. The message is very simple. നാം നമ്മളുടെ ജീവിതത്തിലേക്ക് ഇന്ന് നോക്കുക. നമ്മൾ ചെയ്യുന്ന ഒന്നിലും കർത്താവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. രഹസ്യ ജീവിതം, ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞ ദൈവം എന്നെ ഇന്ന് നോക്കുമ്പോൾ what will he say? എനിക്ക് കുറെ കൂടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉണ്ടായി ഭയങ്കര പവർ എനിക്ക് ഉണ്ടാകണമെന്നല്ല എന്റെ ആഗ്രഹം. കർത്താവ് എന്നോടൊപ്പം ഉണ്ടായിരിക്കും. Not powerful manifestations, but the presence of God. തോറ്റുപോയ, പാപത്തോടുള്ള സ്ട്രഗിളിൽ തോറ്റ മേഖലകൾ കാണും. ബട്ട് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ജയിക്കുന്നവന് എന്നോടൊപ്പം ഇരിക്കാൻ വരം നൽകും. പൗലോസും ഇതേ ആശയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം പുതിയ നിയമത്തിലുണ്ട്. വാക്യം ഇനി വായിക്കുന്നില്ല. അവിടെയും പാപത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ പൗലോസ് പറയുന്നത്, കൊരിന്ത്യ സഭയോട് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ?
ചർച്ച അത് മറന്ന് പാപ വഴികളിലേക്ക് പോകുമ്പോൾ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നതാണ്, ഇന്നും നമുക്ക് ആ തിരിച്ചറിവുണ്ടാകട്ടെ. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാനാണ്. പാപ വഴികൾ, ദൈവത്തിന് നിരക്കാത്ത ഒരു ചിന്തയോ ഒരു സംസാരമോ ഒരു നോട്ടമോ എനിക്ക് വേണ്ട. എല്ലാം ആയെന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ഒരു ഒരു വാക്കുകളല്ല. ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെല്ലാമായി, അതല്ല, അത് നമുക്ക് വേണ്ട, അത് നമുക്ക് വേണ്ട. താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാൻ കർത്താവ് നമ്മളെ ഇന്നും വിളിക്കുകയാണ്. വാതിക്കൽ നിന്ന് മുട്ടുന്ന കർത്താവിന്റെ ശബ്ദം കേട്ട് കർത്താവിനോട് ചേർന്ന് ഈ ചെറിയ ആയുസ് ജീവിച്ചാൽ ഒരു നാളിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ അവന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ നമ്മൾ എന്നും എന്നേക്കും അവനോടൊപ്പമായിരിക്കുന്ന നല്ല ഒരു പ്രത്യാശ, ഒരു ഭാവി ദൈവസഭയ്ക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ ഭാഗമാകാൻ നമ്മളുടെ ഈ ചെറിയ ആയുസ് ഒരുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു.